തലയിടിച്ചോ? കുഴപ്പമില്ല, അടച്ചു. അടക്കേ. ഉദ്ഘാടനം നടത്തുകയാണ് ഗൈസ്. എയർ പമ്പ് വർക്ക് ചെയ്യുന്നില്ല. ഇതിൻ്റെ കൂടെ വന്ന പമ്പ് വർക്ക് ചെയ്യുന്നില്ല. സിദ്ധി ഊതി വീർപ്പിക്കാനുള്ള പരിപാടിയിലാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ സിറ്റീസ് വേൾഡ് വൺസ് അഗെയിൻ. അപ്പം നമ്മൾ ഇന്നുണ്ടല്ലോ, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്വിമ്മിംഗ് പൂൾ വാങ്ങിക്കണമെന്ന് വീട്ടിൽ. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത് വേറെ ദിവസം വാങ്ങിച്ചു തരാമെന്ന്. അപ്പം ഞാൻ വഴക്കിട്ട് അച്ഛനെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിച്ചു. എന്നിട്ട് അത് ഗൈസ് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ, കടയുടെ അവിടെ. സിദ്ധിയുടെ ഒത്തിരി നാളത്തെ വളരെ കാലമുള്ള ആഗ്രഹമായിരുന്നു സ്വിമ്മിംഗ് പൂൾ വേണമെന്നത്. അപ്പം നമ്മൾ വലിയൊരു സ്വിമ്മിംഗ് പൂള് ഓർഡർ കൊടുത്തു. ഇതുകൊണ്ട് ഇത് വന്നിട്ടുണ്ട്, അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ കടയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഒരു സ്വിമ്മിംഗ് പൂളാ, സ്വിമ്മിംഗ് പൂൾ. ഹാപ്പി ആയോ? കഥോ തലയിടിച്ചോ? കുഴപ്പമില്ല, അടച്ചു. അടക്കേ. അങ്ങനെ സാധനം വീട്ടിലെത്തിയിരിക്കുന്നു. സിദ്ധി പൊക്കിയെടുക്കുന്നു. പൊക്കിക്കോ പൊക്കിക്കോ. ഹലോ, അച്ഛൻ കയറി വരുന്നു. സ്വിമ്മിംഗ് പൂള് ഇതിന്റെ മണ്ടയിൽ, ഇതിന്റെ അടിയിൽ ടാർപ്പ ഇടുകയാണ് കേട്ടോ. ഇതിന്റെ മണ്ടയിലാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ വെക്കാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്തെന്നറിയോ? നമ്മൾ ഇത് ടെറസിന്റെ മേളിലോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ അത് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ടാർപ്പ ഇട്ടിട്ട് അതിന്റെ മേളിൽ വെക്കാനാ പരിപാടി. നോക്കാം. ഫാമിലി പൂളാണ്. സിദ്ധി വളരെ ഹാപ്പിയാണ്. എയർ പമ്പ് ഉണ്ട് ഇതിലൂടെ, എയർ പമ്പ് ഫ്രീ ഉണ്ട്. ഇതിന്റെ എമൗണ്ട് പറഞ്ഞു സിദ്ധി, ഇതിന്റെ എമൗണ്ട് ഒന്ന് പറഞ്ഞു. നീ എത്ര? 3492. 3492. അടിപൊളി കളറാണ്. ഓ, എല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കും. ഇത് എത്ര ദിവസമായി കാണുന്ന. നോക്ക്. ചുടി ഇങ്ങോട്ടൊക്കെ സിദ്ധി, ചുടി ഇങ്ങോട്ടാക്കി. ഇവിടെ ചുടി നീക്കിക്കേ. നോക്ക്. ഓ, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനായിട്ട് വലുതാണല്ലോ. ടാർപ്പയിലും തികയത്തില്ലല്ലോ. ഇത് വലുതാണല്ലോ. നമ്മുടെ കിണറ്റിലെ വെള്ളം മൊത്തം ആവൂടെ? എയർ പമ്പ് വർക്ക് ചെയ്യുന്നില്ല. ഇതിൻ്റെ കൂടെ വന്ന പമ്പ് വർക്ക് ചെയ്യുന്നില്ല. സിദ്ധി ഊതി വീർപ്പിക്കാനുള്ള പരിപാടിയിലാണ്. നമ്മുടെ എയർ പമ്പ് കംപ്ലൈന്റ് ആയതിനാൽ വേറൊരു എയർ പമ്പ് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ അടിക്കുക. ഫോഴ്സ് ഇത്രേ ഉള്ളൂ. സിദ്ധിയുടെ സ്വിമ്മിംഗ് പൂളിന്റെ വെള്ളം നിറയുവാണ്. സിദ്ധു കയ്യിലും നഖമൊന്നും പാടില്ല കേട്ടോ. ഇതിനകത്ത് ഓൾറെഡി വാർണിംഗ് എഴുതുന്നു. ചിൽഡ്രൻ ഹാവ് ഡ്രൗൺ ഇൻ പോർട്ടബിൾ സ്വിമ്മിംഗ് പൂൾ ആൻഡ് ഷുഡ് ആക്റ്റീവ് അഡൾട്ട് സൂപ്പർവിഷൻ അറ്റ് ഓൾ ടൈംസ്. ഡു നോട്ട് ലീവ് ചിൽഡ്രൻ അൺസൂപ്പർവൈസ്ഡ് ഇൻ ഓർ അറൗണ്ട് ദ പൂൾ. കീപ് വിത്തിൻ ആംസ് റീച്ച്. ഓൾറെഡി എല്ലാ നോട്ട്സും എഴുതിയിട്ടുണ്ട്.
ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത്രേ നിറഞ്ഞിട്ടുള്ളൂ. മിക്കവാറും ഇത് ഒരു 2 മണിക്കൂർ എടുക്കുമെന്നാണ് തോന്നുന്നത്. ഏകദേശം പകുതിയോളമെങ്കിലും നിറയാൻ. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടും നമ്മുടെ ടാങ്ക് ഇതുവരെ നിറഞ്ഞിട്ടില്ല. കഴിച്ചില്ലല്ലോ സിദ്ധി. കഴിച്ചു കഴിഞ്ഞാലും നിറയത്തില്ല കേട്ടോ മോളെ. അരമണിക്കൂർ മേളിലായി, ഒന്നും ആയിട്ടില്ല. സിദ്ധി പഠിക്കുന്ന സ്കൂളാണ്. നമ്മൾ കറക്റ്റ് മറ്റേ ഓസിൽ വെള്ളം നിറയുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ ദാണ്ട് ഒരു ഓസ് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. സിദ്ധിക്കുട്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. സിദ്ധിക്കുട്ടി കഴിക്കുന്നില്ല. സിദ്ധിക്കുട്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക വെള്ളം നിറയാൻ വേണ്ടി. അപ്പോൾ ഇത്ര ആയതുകൊണ്ട് പുതിയൊരു ഓസ് നമ്മൾ വാങ്ങിച്ചു പോയി. എന്തൊക്കെയാണെന്ന് എൻ്റെ ഭഗവാനെ. ഇനി ഈ ഓസിൽ വെള്ളം കയറ്റിയിട്ട് നമ്മൾ സെറ്റാക്കാൻ പോവാണേ. ഗൈസ്, നമ്മൾ പുതിയ ഓസ് പൊട്ടിച്ച് പുതിയ ഓസിനകത്ത് നിന്നാണ്ട് വെള്ളം വന്നുണ്ട്. സിദ്ധി എന്തോയി? ചാടാറായോ? ഇല്ല, വെള്ളം ഒരു ശകലം പോലും ആയി. അതിനൊക്കെ വേറെ സാധനം വാങ്ങിച്ചു, വാട്ടർ ബലൂൺ വീർപ്പിക്കും. അറിയുന്നില്ലല്ലോ ഇത് പിടിയതോ. അടിങ്ങനെ പിടിക്കണം, കണ്ടോ നിറയുന്നുണ്ടോ? ഇതന്നെ പോകുമോ? തന്നെ അതിനകത്ത് വീഴുവോ? വരുവാനേ. നല്ല രസമുണ്ട്, കളർഫുള്ള്. സിദ്ധി എന്തോ ആയി സിദ്ധി? അല്ല നടക്കുവോ? സമയം 3:45 കഴിഞ്ഞു. ഇപ്പൊ ഏകദേശം 2 മണിക്കൂറോളമായി നമ്മളിത് ഓണാക്കിയിട്ട്. ഇതുവരെ ഇത് ഫുള്ളായിട്ടില്ല, ഇനിയും ഉണ്ട് ഇത് കയറാൻ. ഏകദേശം 2 മണിക്കൂറായിട്ട് ഏകദേശം സിദ്ധിക്ക് കുളിക്കാനുള്ള വെള്ളം ആയിട്ടുണ്ടല്ലേ. പക്ഷേ നിറഞ്ഞിട്ടില്ല. സിദ്ധി പറഞ്ഞത് നമ്മളൊരു മീശ കാണുന്നില്ലേ, ആ മീശയുടെ അത്രയും വെള്ളം ആക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. ഡാൻസ് ക്ലാസ്സിന് പോയേക്കുവാ, മനസ്സോടെ വരുമ്പോഴത്തേക്ക് കുളിക്കാന്നൊക്കെ പറഞ്ഞ രീതിക്കാണ് പോയേക്കുന്നത്. നമ്മുടെ പൂളല്ല ഏകദേശം വെള്ളം നിറഞ്ഞ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. സിദ്ധി താണ്ടെ സ്വിമ്മിംഗ് പൂളില് ഉദ്ഘാടനം നടത്തുകയാണ് ഗൈസ്. കെട്ടി വെക്കണ്ടായിരുന്നു. എടി തലയില് മൊത്തത്തിൽ പൊക്കി കെട്ടടി തല. ബലൂൺ കാണിച്ചാ അതെ, ഇപ്പൊ എത്തിയത് കാണാൻ വേണ്ടി തെറിപ്പിക്കാൻ. നമ്മൾ രണ്ട് ഐസ് ക്യൂബ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനകത്ത് തണുക്കാൻ വേണ്ടി ഇടാൻ. നല്ല നട്ടുച്ച വെയിലായതുകൊണ്ട് തണുക്കാൻ വേണ്ടി ഇടാൻ വേണ്ടി ഐസ് ക്യൂബ്സ് വാങ്ങിച്ചേക്കാണ്. കുറേയധികം ഐസ് ക്യൂബ്സ് ഉണ്ട്. ഓക്കെ, താഴെ വെച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി നീന്തൽ പഠിപ്പിക്കാൻ വിചാരിച്ചു. നേരെ എടുക്കാൻ സ്ഥലമുണ്ടോ? ഇന്നത്തെ ഒരു 2-3 പേർക്ക് കിടക്കും. 3 അല്ല, 5 പേർ കിടക്കാം. നീന്തലൊന്നും പഠിക്കാൻ നമ്മൾ വലിയവർക്ക് പറ്റത്തില്ല, പക്ഷെ കൊച്ചു പിള്ളേർക്ക് പറ്റും കേട്ടോ. അതിനുള്ള സ്പേസ് ഇതിനകത്തുണ്ട്. അപ്പൊ അടിപൊളിയാണ്. ഐസ് ഇട്ടിട്ട് ഒരു 2 സെക്കൻഡ് പോലും കഴിഞ്ഞില്ല, മൊത്തം ഫുള്ള് തണുത്തോ ഫുള്ള് പോയി. തണുപ്പുണ്ട് പക്ഷേ സുഖമുണ്ടല്ലേ? എനിക്ക് പക്ഷെ ഇങ്ങോട്ട് മൊത്തത്തിൽ മുങ്ങാൻ പേടിയാ. പേടിയുള്ളൂ. മുങ്ങി ഇങ്ങനെ കിടക്കുക. എത്ര സെക്കൻഡ് നമ്മൾ എണ്ണാം.
എന്ന് വെള്ളം മാറും നിങ്ങള്. ഞങ്ങൾ ഇന്നലെ വെള്ളം നിറച്ചേ 2 ടാങ്ക്. ഏകദേശം 570 കിലോ കപ്പാസിറ്റിയാണ് നമ്മുടെ ഫാമിലി പൂളിനുള്ളത്. നമുക്ക് ഫാമിലി ആയിട്ട് ഈ സമ്മർ സീസണിൽ വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സാധനം തന്നെയാണ് നമ്മുടെ ഫാമിലി പൂള്. റേറ്റും കുറവാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബൈ ബൈ.